എൻ്റെ ശാരിക മോൾ എപ്പോഴും പറയുമായിരുന്നു, ഒപ്പമില്ലെങ്കിലും അച്ഛനായിരുന്നു അവളുടെ ഹീറോ എന്ന്. അത് അവൾക്കൊന്ന് കുറച്ച് തിരിച്ചറിവുണ്ടായിരുന്നതുകൊണ്ടാ. അതുപോലെ എൻ്റെ ശാലിനി മോൾക്കും എനിക്ക് കാണിച്ചു കൊടുക്കണം കുറുപ്പ് സാറേ, അവളുടെ അച്ഛൻ ആരാന്ന്. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾക്കതെനിക്ക് കാണിച്ചു കൊടുക്കണം. ഇനി മുതൽ നടക്കാൻ പോകുന്ന അംഗം സത്യഭാമയും പാവം ചായക്കടക്കാരി ശാരദയായിട്ടല്ല, സത്യഭാമയും ഗോപാലകൃഷ്ണനുമായിട്ടാ. പഴയ ഗോപാലകൃഷ്ണനുമായിട്ട്. അച്ഛാ, ഇത് വർക്കൗട്ട് ആവുമോ? ഇത് ഫലം കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ദേ, ആ നിൽക്കുന്നവനെ കൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പൊ ഗുണപ്പെട്ടില്ലേ? അതാ പറയുന്നത്, ആരെ അങ്ങനെ എഴുതി തള്ളിക്കളയാൻ പാടില്ല. ഇതുവല്ല നടപടിയാകൂ? നീ ഒന്ന് പെടയ്ക്കാതെ നിൽക്കണ്ടേ വിക്ടറെ? പെടയ്ക്കാൻ ഞാൻ എന്താ ചാളയാ? ദേ, ഇത് കടപ്പുറമല്ല, സത്യാമ്മയുടെ വീടാ. മര്യാദയ്ക്ക് നിന്നെ നാവ് അടക്കിക്കൊള്ളണം. പറഞ്ഞില്ലാന്ന് വേണ്ട. ആശാൻ വന്നു. നീ എവിടേക്കാ? ആശാന്റെ അടുത്തേക്ക്. ആശാനെ കടിക്കാ? ആ, ദേ, തൽക്കാലം നിങ്ങളൊക്കെ ഇവിടെ നിന്നാ മതി. അതെങ്ങനെയാ ശരിയാവുന്നത്? എങ്ങനെയാ ശരിയാകുന്നതാ? ഞാൻ പറയുന്ന പോലെ നിന്നില്ലെങ്കിലേ ഒറ്റ പൈസ കിട്ടത്തില്ല കേട്ടോ. എടാ, ഒരു കോളുണ്ട്. എന്തു കോളച്ചാ? ഇവിടെ മനുഷ്യൻ മനസ്സുമെടുത്തിരിക്കുമ്പോഴാ. ബ്രോയുടെ മനസ്സിന്റെ മടുപ്പൊക്കെ മാറ്റാനുള്ള വഴിയാ ഞങ്ങൾ ആലോചിക്കുന്നത്. ആശാനെ, അല്ല, ഇവൻ വഴിയാണോ മനസ്സിന്റെ മടുപ്പ് മാറ്റാൻ പോകുന്നേ? കൊള്ളാം, ബെസ്റ്റ്. ശേ, എടാ, ഇതങ്ങനൊന്നും അല്ലടാ. നീ കാര്യം എന്താന്ന് കേൾക്കാദ്യം. ആശാനെ, ഇത് പെരുന്തുറ കടപ്പുറത്തെ മീൻപിടുത്തക്കാരാ. അതിനെന്താ? അവർക്ക് കൊറേ പ്രശ്നങ്ങളുണ്ട് ആശാനെ. നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഇവരെയും കൊണ്ട് വന്നതല്ലേ? അങ്ങനെയല്ല ആശാനെ, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ആശാന്റെ പ്രശ്നം പരിഹരിക്കാനാ ഞങ്ങളുടെ ഒരു ഇത്. എന്തൊക്കെയാ കമല നീ പറയുന്നേ? എടാ മോനെ, അതവന് വിവരമില്ലാത്തോണ്ടാ. നിന്റെ കൂട്ടുകാരനല്ലേ? അല്ല, എല്ലാ വിധത്തിലുള്ള കൂട്ടുകാരും ഉണ്ടാവാറുണ്ടല്ലോ നമുക്ക്. മോനെ, നീ ആ നിൽക്കുന്നവരെ കണ്ടോ? മുന്നിൽ കാണുന്ന കടല പോലെ തന്നെ കണ്ണീര് അവരുടെ ഉള്ളിലും. അവരുടെ പ്രശ്നങ്ങളിലേക്കൊന്നും ആരും തിരിഞ്ഞു നോക്കാറേ ഇല്ല. ഇടപെട്ടാൽ തന്നെ അതിനൊന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാവാറില്ല. പിന്നെ എന്തിനാ വെച്ചാൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? സത്യം വിചാരിച്ചാൽ ഇവർക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ഇവരുടെ പ്രശ്നം തീരില്ല. അതിന് വേറൊരാൾ ഇടപെടേണ്ടി വരും. സത്യമ്മ വഴി ഇവരെ ആ ആളുടെ മുന്നിൽ എത്തിക്കാനാണ് ശ്രമം. ആരുടെ? ജില്ലാ കളക്ടറുടെ. ശാലിനിയുടെയോ? അല്ല, അതെങ്ങനെ? എടാ, അവിടെയാ നമ്മുടെ ബുദ്ധി. ശാലിനി കളക്ടറായി മടങ്ങിയെത്തിയിട്ടും ഭാമയുടെ മനസ്സിൽ ഇറക്കില്ലല്ലോ. ഉണ്ടോ? കളക്ടർ ആരാണെന്നും അതിന്റെ പവർ എന്താണെന്നും ഭാമയ്ക്ക് വേണ്ട പോലെ പിടിയില്ലാന്ന് തോന്നുന്നു. അവൾ എങ്ങനെയാ ആൾക്കാരോട് ഇടപെടുന്നതെന്നും അവളുടെ മനസ്സെന്താണെന്നും ഭാമയ്ക്കൊന്ന് കാട്ടിക്കൊടുക്കണം. അത് സാധിക്കണമെങ്കിൽ ഭാമയെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി കളക്ടറേറ്റിൽ എത്തിക്കണം.
ഈ പൊട്ടക്കുളം മാത്രമല്ല ലോകമെന്നേ അവിടുന്ന് തിരിച്ചറിയണമല്ലോ. എടാ, എനിക്ക് ഉറപ്പാ ശാലിയുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നാ അവൾ അലി അവളെ മുറിയിപ്പോവും. പിന്നെ ശാലിനിയെ വിളിക്കുന്നതിനെ ഭാമ എതിരൊന്നും പറയത്തില്ല. ഒരു കളക്ടർ കൂടെയുള്ളത് നമ്മുടെ ഭാമയ്ക്ക് ബലമില്ലടാ. പിള്ളേ താജ് ഭാമയെ കൂട്ടിക്കൊണ്ടു. ശരി സാറേ. അല്ലച്ചാ ഈ ശാലിനിയാണ് കളക്ടർ എന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങോട്ട് പോകാൻ തയ്യാറാവുമോ? എടാ ആ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ബ്രോ. എന്തോ എന്തോ എന്താ ഒരു ഗൂഢാലോചന പോലെ? അല്ല, നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഉറങ്ങിപ്പോയി. ആ അവിടെ തന്നെ ഇടന്ന് ഉറങ്ങിയ പോലായിരുന്നാ? അയ്യോ, എടാ അവളോട് പറഞ്ഞേരെ. എന്റെ പൊന്നച്ചാ വേണ്ട. പെണ്ണുങ്ങളോട് രഹസ്യം പറഞ്ഞ അത് എപ്പ പൊളിഞ്ഞെന്ന് ചോദിച്ചാ മതി. ഓ എന്നാ പിന്നെ പറയണ്ട. ഓ, അല്ലെങ്കിലും പറയുന്നില്ല. സത്യാമ്മ എടുത്ത് ഡ്രാമ കളിക്കാനുള്ള പുറപ്പാടാണല്ലേ? നോക്കിക്കോ, ഞാൻ ഇതിന് പാര വെക്കും. അയ്യോ, ഉറപ്പായിട്ട് പാര വെക്കും. എന്തേ? സത്യമ്മ ഇറങ്ങുന്നുണ്ട്. പറയട്ടെ. എന്താ കമല പ്രശ്നം? സത്യമേ, ഇത് പെരുന്തുറ കടപ്പുറത്തിലെ മീൻപിടുത്തക്കാർ അവന്റെ കുടുംബാംഗങ്ങളോ? ആ താടിക്കാരനുണ്ടല്ലോ, അവനാ അവരുടെ നേരെ വിക്ടർ. എന്താ നിങ്ങളുടെ പ്രശ്നം? സത്യാമേ, ഇനി എവിടെ പരാതി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. പറയാനുള്ളിടത്തെല്ലാം പറഞ്ഞു തോറ്റു. അപ്പൊ ദേ ഈ കമലിനാ പറഞ്ഞത് ഒരവസാന കൈയായിട്ട് ദേ ഇവിടെ വന്ന് പറയാൻ. അധികം മുഖവരിയൊന്നുമില്ലാതെ പറഞ്ഞോളൂ. എന്നാലും ചെറിയൊരു മുഖവര വേണം സത്യാമേ. കടപ്പുറത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. കാലാവസ്ഥ മാറിയും തിരിഞ്ഞും വരുന്നത് കൊണ്ട് മിക്ക ദിവസങ്ങളും കടലിൽ പോകാൻ പറ്റാറില്ല. കുട്ടികൾ പട്ടിണി. കുട്ടികളുടെ കരച്ചിൽ കൂടി ആവുമ്പോൾ ഏത് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നാലും ഞങ്ങൾ മുക്കുവരെ വള്ളവും വരെയായി കടലിൽ ഇറങ്ങും സത്യാമേ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോ? കഴിഞ്ഞ സെപ്റ്റംബർ 3 പെരുന്തുറ കടപ്പുറത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയ സെന്റ് ജോർജ് എന്ന ബോട്ട് കടൽക്ഷോഭത്തിൽപ്പെട്ടു സത്യാമേ. 26 പേരുണ്ടായിരുന്നു ബോട്ടിൽ. 4 പേര് മാത്രമേ തിരികെ കരയിൽ വന്നുള്ളൂ. 19 പേര് മരിച്ചു. 3 ആളുടെ ശവം പോലും കിട്ടിയിട്ടില്ല. ദേ ഈ നിൽക്കുന്ന കൊച്ചുങ്ങളുടെ അച്ഛനടക്കം മരിച്ചു. ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കാ നാഥനില്ലാതായത്. അതൊന്നും നമ്മൾ വിചാരിച്ചാൽ ഇപ്പോ തിരുത്താൻ പറ്റില്ലല്ലോ വിക്ടറെ. പിള്ളേ, സത്യമേ, ഇവർക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തുവിട്. ശരി സത്യമേ. ഭാമേ, നീ എന്ത് വർത്തമാനമായി പറയുന്നേ? നീ ഇവിടുന്ന് 10-20 കൊടുത്താൽ തീരുന്നതാണോ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ? രാഘവേട്ട, നഷ്ടപ്പെട്ടു പോയ ജീവൻ മടക്കി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ടാവുന്നു ചെയ്യുന്നു. ജീവൻ മടക്കി കൊടുക്കണമെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ ഭാമേ. പക്ഷെ അവർക്ക് അർഹിക്കുന്നത് ആരും തടഞ്ഞു വെക്കാൻ പാടില്ലല്ലോ. എടാ, എന്താണ് നിന്റെ അച്ഛനീ പറയുന്നത്? സത്യമായും കടലിൽ പോയി മരിക്കുന്ന മുക്കുവർക്ക് സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരമുണ്ട്. ഓ, ഒരാൾ പോയതിന്റെ നഷ്ടമൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ലെങ്കിലും അവരുടെ കുടുംബത്തിന് പിടിച്ചു നിന്ന് ചെറിയ തൊഴിൽ ചെയ്യാനുള്ള തുകയൊക്കെ കിട്ടും.
അത് കിട്ടിയാൽ തന്നെ അവർക്ക് വലിയ ആശ്വാസമാവും. അത് 19 പേരുടെ കാര്യം. 3 പേരുടെ ശവം പോലും കിട്ടിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ നഷ്ടപരിഹാരം കിട്ടാൻ? പിന്നെ പരിക്കേറ്റവരുടെ ഇതൊക്കെ സർക്കാർ ഓഫീസിൽ പോയി പറയേണ്ട കാര്യമല്ലേ? എന്റെ അടുത്ത് എന്തിനാ? സർക്കാർ ഓഫീസിൽ പറഞ്ഞിട്ട് രക്ഷയിലാണ് കേട്ടാ സത്യമേ. അവരിങ്ങോട്ട് വന്നതേ. സത്യമേ, നഷ്ടപരിഹാരം കിട്ടും. പക്ഷേ അതൊക്കെ ഓരോരോ വകുപ്പുകളിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലൂടെ കറങ്ങിയെത്തേണ്ട ഫയലുകളാ അത്. ഓരോ സ്ഥലത്തും 10,000-കണക്കിന് രൂപയാ ഓരോ കുടുംബങ്ങളോടും ചോദിക്കുന്നത്. കുടുംബം നോക്കിയ ആളെ കടലമ്മ കൊണ്ടുപോയതുകൊണ്ട് ചോറിന് പകരം കണ്ണീരൂറ്റി കൊടുത്ത ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അതിനിടയിൽ എവിടുന്നാ യവന്മാര് ചോദിക്കുന്ന കാശെടുത്ത് കൊടുക്കുന്നത്? കടപ്പുറത്തെ മണ്ണ് വാരി കൊടുക്കുവോ? ചത്ത് കിടക്കുന്ന അരയന്മാരുടെ പട്ടടയെ പോയി കൈയിട്ട് വരുന്ന പട്ടികളാവന്മാര്. പിന്നെ ഇതൊക്കെ ഇവിടെ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെല്ലാം സർക്കാർ കാര്യങ്ങളല്ലേ? ഇവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമുള്ളെന്നാ കമലം പറഞ്ഞു. ഞാനാ? ആ, നീ അല്ലേടാ കമല പറഞ്ഞത് ജില്ലാ കളക്ടർ സത്യഭാമയുടെ മരുമോളാണെന്നും കളക്ടർ വിചാരിച്ചാൽ കാശ് മുടക്കാതെ ഇതെല്ലാം കിട്ടുമെന്നും. അയ്യോ സത്യമേ, ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, യവൻ പറഞ്ഞു സത്യമേ. ഓ, അതായിരുന്നല്ലേ ഇവരുടെ സീക്രട്ട്. എങ്ങനെയെങ്കിലും സത്യാമ്മേ കുഞ്ഞേച്ചിയുടെ മുന്നിലെത്തിക്കാൻ. പാവങ്ങള്, ഒരു ഹെൽപ്പ് ചെയ്തേക്കാം. അതെ, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ കേട്ടോ. എന്റെ സ്വന്തം ചേച്ചിയായി പറഞ്ഞ കളക്ടർ. ഞാൻ പറഞ്ഞ പോലും കുഞ്ഞേച്ചി കേക്കില്ല. പിന്നല്ലേ സത്യമ്മ. അതെ, അല്ലെങ്കിൽ തന്നെ കുഞ്ഞേച്ചി സത്യമ്മയും തമ്മിൽ ഇപ്പൊ അത്ര രസത്തിലല്ല. ജോലിയും ബന്ധങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാത്ത ആളാ എന്റെ കുഞ്ഞേച്ചി. സത്യമ്മ അവിടെ ചെന്നാ കുഞ്ഞേച്ചി കാണാൻ സമ്മതിക്കുമെന്ന് തന്നെ സംശയ. ഓ, അപ്പൊ സത്യാമ്മ വിചാരിച്ച പോലെ നടക്കാത്ത കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. വാ പോവാ. സത്യമെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ? വാ, നടക്ക്. ആ, നമ്മള് കളക്ടറെ കാണാൻ പോകുന്നു. ഓ, മരുമകൾ ശാലിനെ കാണാനല്ല സത്യഭാമ പോകുന്നത്, ജില്ലാ കളക്ടറെ കാണാൻ. ആ. സത്യഭാമയെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നിനക്ക് കാണിച്ചു തരാം. വിഷ്ണു, പോകാൻ ഒരുങ്ങിക്കോ കളക്ടറേറ്റിലേക്ക്. അല്ലമ്മേ, നമ്മള് ഇപ്പൊ അങ്ങോട്ട് തന്നെ പോണോ? ആ, പോണം. ഓക്കെ. അതെ, പെണ്ണുങ്ങളൊന്നും അറിയാതെ നിങ്ങൾ പ്ലാൻ ചെയ്തതാണെങ്കിലും ഇതിന് താങ്ക്സ് പറയേണ്ടത് എനിക്കാട്ടോ. താങ്ക്സ്. മാസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമത്തിനാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായിരിക്കുന്നത്.
2025 മാർച്ച് 30-നാണ് അന്താരാഷ്ട്ര മാലിന്യ ദിനം. ഇതൊന്നും ദേ, എല്ലാവരും കാണണം. ഇതാണ് മാലിന്യ നിർമ്മാർജ്ജനം. Shut up. ആരും ചിരിക്കണ്ട. ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും ഡിസിപ്ലിൻ. ഗാന്ധിജി മാലിന്യ നിർമ്മാർജ്ജനം എന്നൊക്കെ കേൾക്കുമ്പോ എന്താ എല്ലാവർക്കും ഒരു പുച്ഛം? ഞങ്ങൾ ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയല്ലേ? നിങ്ങളെപ്പോലുള്ളവരുടെ വീഴ്ചയിൽ നിന്നാണ് നമ്മുടെ നാടിന്ന് മാലിന്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ അതിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത്. All phones on the table in silent mode. Come on. ഇരിക്കവിടെ. മേഡം, എന്നാ ഞാൻ അങ്ങോട്ട്. ഭംഗി വാക്കായിട്ടൊന്നും പറയാറില്ല ഞാൻ. ഇവിടെ ഞാൻ പറയുന്നത് നടക്കണം. ജോലിക്ക് വന്നാൽ അത് ചെയ്യണം. ഇല്ലെങ്കിൽ പെൻഷൻ പ്രായം ആവുന്നതിന് മുമ്പ് വീട്ടിലിരിക്കേണ്ടി വരും. വാ വാ. അതെ, ശരി ശരി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സത്യാമായി വന്നിരിക്കുന്നത്. അല്ല, ഏത് സത്യാമ്മ? അയ്യോ, കളക്ടർ മാഡത്തിന്റെ അമ്മായിയമ്മയെ വന്നിരിക്കുന്നത്. വഴി മാറണോ അങ്ങോട്ട്? അയ്യോ സോറി. മാഡത്തിന് അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് വിടാൻ പറ്റില്ല സത്യാമ്മ. എടോ, ഇത് മേഡത്തിന്റെ അമ്മായിയമ്മയാണെന്ന്. വിക്ടറെ, അമ്മായിയമ്മ ആയിക്കോട്ടെ. അകത്തൊരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുക. ഇന്നാണെങ്കിൽ മാഡം വല്ലാത്തൊരു ചൂടിലും. മാഡത്തിന്റെ ചൂടെന്തിനാ ഞങ്ങൾ അറിയുന്നേ? ആ മാഡത്തിന്റെ തറവാട്ടിൽ നിന്ന് സ്വത്തൊന്നും അളന്ന് വാങ്ങാനല്ല, ജോലിയുടെ ഭാഗമായി അവർ ബാധിതപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എന്തു പറഞ്ഞാലും നടക്കില്ല സത്യാമ്മേ. എന്റെ പണി ധരിക്കും. അമ്മ പ്ലീസ്, ഇവർക്ക് വേണ്ടിയിട്ടില്ല അമ്മേ, ഒന്ന് ക്ഷമിക്കേ. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് മാറി നിന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ചേംബറിന് മുന്നേ ആള് നിന്നാ മാഡത്തിന് ഇഷ്ടമാവില്ല. അതിനെ ഇത് അവളുടെ തറവാട്ട് വക സ്വത്തല്ല, സർക്കാർ ശമ്പളം കൊടുക്കുന്ന കളക്ടറേറ്റാ. ഇവിടെ നിന്ന് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോലായി. നീ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഷാജിയെ പറ്റി ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇതിപ്പോ കളക്ടറിന്റെ ചേംബറിനുള്ളിൽ ഇടിച്ചു കയറിയിട്ട് അമ്മ ഷാജിയെ തല്ലുന്ന ലക്ഷണമുണ്ട്. വന്നിരിക്കുന്നത് ഞാനാണെന്ന് അറിഞ്ഞ അവള് പരമാവധി സമയം നിർത്തി അപമാനിക്കാനേ നോക്കും. വരട്ടെ, ഏതുവരെ പോകുന്നു നോക്കാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. മാഡം, അതെ മാഡം, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു റിക്വസ്റ്റ് ഉണ്ട്.
എന്റെ ഈ ഫോൺ മാത്രം ഒന്ന് എടുത്തോട്ടെ. കുഞ്ഞിനെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇരുത്തിയിട്ടാ വന്നത്. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ? സൗമ്യ, ഈ വീട്ടിലെ കാര്യം തൽക്കാലം സത്യം എന്നോട് ക്ഷമിക്കണം. അകത്തേക്ക് ഏറ്റിടാൻ പറ്റില്ല. അയ്യോ, മാഡം ആണല്ലോ. ഞാൻ പറഞ്ഞതാ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കല്ലേ എന്ന്. ഹലോ മാഡം. സത്യാമ്മയും മറ്റും എന്തിനാ വന്നിരിക്കുന്നത്? ഒന്നും പറഞ്ഞില്ല മാഡം. മാഡത്തിനെ കാണണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരവിടെ അങ്ങനെ നിർത്തണ്ട. വെയിറ്റ് ചെയ്യാൻ പറയാം മാഡം. നോനു, വെയിറ്റ് ചെയ്യിക്കരുത്. എന്നാ പറഞ്ഞു വിടട്ടെ? പറഞ്ഞു വിട്ടോളൂ. ശരി മാഡം. എന്റെ ചേംബറിലേക്ക്. അതല്ല മാഡം, അപ്പൊ മീറ്റിംഗിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇയാൾ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ്. ശരി മാഡം. സത്യാമ്മ വിളിക്കുന്നു. മാഡം വിളിക്കുന്നു.